ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്നലെ നമ്മൾ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ പോട്ടി മിക്സിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോട്ടി മിക്സ്. ഇതേ വീഡിയോയിൽ ഒത്തിരി കമൻറ്റ് വന്ന് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പോട്ടി മിക്സ് എന്താണോ അതാണ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി ചരിച്ചു വെച്ചാൽ തൈ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നു. ചട്ടി ചരിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടോന്ന് ചോദിച്ച്. അപ്പോൾ കാരണം എന്താണെന്നറിയാമോ, നമ്മൾ പോട്ടി മിക്സ് ചോദിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്താണ്. ആ ചട്ടി ചരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തൈ ഉണ്ടാകാത്ത ചെടികളൊക്കെ തൈ ഉണ്ടാകും. അത് നമ്മളങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ ഒരു കസ്റ്റമർ ചേച്ചി തന്നെ ചട്ടി ചരിച്ചു വെച്ചിട്ട് അതിൻ്റെ 4 തൈ വന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഒരിക്കലും തൈ ഉണ്ടാകാത്ത ചെടിയാണ് നമ്മൾ തിരിച്ചു വെക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അല്ലാതെ വളം ചെയ്യേണ്ട എന്നുള്ളതല്ല. അപ്പം നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. ഈ ചട്ടി ചരിച്ചു വെച്ചാൽ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ എന്നൊരു കമൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതോർത്തിട്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഇത് രണ്ടും മാറ്റമാണ് എന്നാണ് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ബ്ലാക്ക് ക്യാരറ്റിൻ്റെ ഒരു മദർ പ്ലാന്റ്, 3 ബേബി പ്ലാന്റ് കയറി വന്നിട്ടുള്ള അടിപൊളി തിക്ക് പോട്ടാണ് കേട്ടോ. നല്ലൊരു പോട്ടാണ്. അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോ വൈറ്റിൻ്റെ ഒരു സുന്ദരിയാണ്. എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ സ്നോ വൈറ്റിൻ്റെ ഫുൾ പോട്ടുകളൊക്കെ അയച്ച വീഡിയോ, ഗീതേൻ്റെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ ഗീത വിഷസ് കയറിയിട്ട് ഒന്ന് കാണാൻ കേട്ടോ കൂട്ടുകാരെ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു 1-2 ഇതിൻ്റെ വലിയ 2 പോട്ടുകൾ കൂടെ നമുക്ക് തരാനുണ്ട്. ഇത് ഒരു സാധാ പോട്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഇന്നലെ നമ്മൾ അയച്ചില്ലേ, മിനിഞ്ഞാന്ന് നമ്മൾ അയച്ച ബോക്സറിൻ്റെ വേറെ ഒറ്റ പീസ് ഇതേ ഒരു പോട്ടും കൂടിയാണ് നമുക്കിനി അതേപോലത്തെ തിക്ക് പോട്ട്. കണ്ട നല്ല അടിപൊളി പോട്ടല്ലേ എന്നൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതേ രീതിക്ക് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതാ വീഡിയോ ഒന്ന് കണ്ടാലറിയാം. നമ്മൾ തീരെ മണ്ണ് കളയാത്ത രീതിയിൽ പേക്ക് ചെയ്ത് അയക്കുവാണേ. നിങ്ങൾക്ക് ഇതേപോലെ പോട്ടിലോട്ട് വെച്ച് കൊടുത്താൽ വലിയ പോട്ട് എടുക്കണം കേട്ടോ. വലിയ പോട്ടിലോട്ട് വെച്ച് കൊടുത്താൽ ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്കിലക്കസീൻ്റെ ഫുൾ പോട്ടിൻ്റെ ഒരു സുന്ദരിയാട്ടോ. പക്ഷേ വെയിൽ തെളിഞ്ഞു കേട്ടോ. അന്ന് ഞാൻ കുറച്ച് വൈകിയാണ് വീഡിയോ എടുക്കുന്നത്. ചെടി എടുക്കാനുണ്ട്. ചെടിയെല്ലാം എടുത്തു വന്നപ്പോൾ നേരം വൈകിപ്പോയിട്ടോ. പിന്നെ ഇതും ബോക്സറിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ. വെയിലുള്ളതുകൊണ്ട് കാണുമോയെന്നറിയത്തില്ലേ, പെട്ടെന്ന് വെയിൽ വന്നതാട്ടോ. ഇത് നമ്മൾ ആദ്യം കാണിച്ച ബോക്സറും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ ഇന്നലെ അയച്ചില്ലേ, ആ അയച്ചതിൻ്റെ ഒരു ചെറിയ പോട്ടാട്ടോ. അത് അത്രയും വലുപ്പമില്ല, പക്ഷേ തൈകൾ 8-9 തൈകളുണ്ട് കേട്ടോ. പോട്ട് ചെറുതാണെങ്കിലും തൈകൾ നല്ലപോലെ ഉണ്ട്. അടുത്തത് വന്നിട്ട് നമ്മുടെ പീസ് ലില്ലിയാണ് കേട്ടോ. നമ്മുടെ ഈ പീസ് ലില്ലി ഉണ്ടോ, ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്താൽ ഒരു വീടായാൽ ഒരു പീസ് ലില്ലി വേണമെന്നാട്ടോ പറയുന്നത്. പീസ് ലില്ലി എന്ന് പറയുമ്പം നമ്മൾ ശിവ ഭഗവാന്റെ എന്തോ ഒരു ഇതുള്ളതാണ് കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുമല്ലോ കേട്ടോ എന്താണെന്നുള്ളത്. അപ്പം ഒരു വീടായാൽ നമുക്കൊരു പീസ് ലില്ലി അത്രയും അത്യാവശ്യം കേട്ടോ. അപ്പോൾ എത്രയും കുറഞ്ഞ റേറ്റിനാണ് കേട്ടോ നമ്മൾ ഈ പീസ് ലില്ലിയൊക്കെ കൊടുക്കുന്നത്. കണ്ടോ എന്ത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. അടുത്തത് വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. ഇതുണ്ടല്ലോ, അയ്യോ നല്ല വെയിലുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതിൽ 2 മദർ പ്ലാന്റും 1 ബേബി പ്ലാന്റും ഉള്ളത് കേട്ടോ. ഇതുണ്ടല്ലോ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ഫുൾ പോട്ടായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് നമ്മുടെ സിൽവർ പ്ലേറ്റിൻ്റെ ഒരു ഫുൾ പോട്ടാണ്. ഫുൾ പോട്ടാണെങ്കിൽ ചെറിയ പോട്ടാണ് കേട്ടോ. ചെറിയൊരു പോട്ടാണ്. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ നോർമൽ കലാത്തിയൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. ഇതും വന്നിട്ട് കണ്ടോ തിക്കായിട്ട് നിൽക്കുന്ന പോട്ട് നോക്കി, നല്ല അടിപൊളി തിക്കായിട്ടല്ലേ നിൽക്കുന്നതെന്ന് നോക്കിക്കുക. നല്ല സുന്ദരിയല്ലേ. അപ്പം ഞാൻ കുറച്ച് പ്ലാന്റുകൾ മാത്രമാട്ടോ കൂട്ടുകാരെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനടിയിൽ ഇരിക്കുന്ന ഈ ഒരു വെറൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. ഇതവിടെ കണ്ടോ, നല്ല സുന്ദരികളായിട്ടല്ലേ നിൽക്കുന്നതെന്ന് നോക്കിയേ. അപ്പം നമ്മൾ മദേഴ്സ് ഡേ ആയിട്ട് ഞാൻ ഓഫർ സെയിൽ വീഡിയോ ഒന്നും ചെയ്തില്ല. ഞാനത് വിട്ടുപോയായിരുന്നു കേട്ടോ ഞായറാഴ്ച പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കൂട്ടുകാരെ, മദേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞു പോയെങ്കിലും എൻ്റെ അടുത്തുനിന്ന് കൂടുതലും പ്ലാന്റ്സുകൾ മേടിക്കുന്ന നമ്മൾ അമ്മമാരല്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമാണിത് ഇത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ആദ്യം പറയണമെന്ന് ഓർത്തായിരുന്നു കൂട്ടുകാരെ, ഞാനത് മറന്നുപോയി കേട്ടോ. പകുതി കാര്യങ്ങൾ ഞാൻ ഓർത്ത് വെക്കും, പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാവോ, ഈ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഏത് ഫുൾ പോട്ട് എടുത്താലും എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് തരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് വേണ്ടേ തരാൻ, ഒരു ഫുൾ പോട്ട് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടിപ്പോരെ.
ഓഫർ സെയിലാണ്. മദേഴ്സ് ഡേ ആയിട്ട് നമ്മളൊന്നും തരാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ അമ്മമാർക്കൊക്കെ അല്ലേ. എല്ലാവരും എന്നോട് ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരേണ്ട കൂട്ടുകാരെ അല്ലേ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ളത് കേട്ടോ. ഓവറായിട്ട് നമ്മൾ പറഞ്ഞ സാധനം നമ്മൾ തരണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഫ്രീ പ്ലാന്റ് വെക്കാതെ കുറച്ചായിട്ട് വെക്കത്തില്ലായിരുന്നു. കാരണം എന്താ പറയുക, ഞാൻ മറന്നു പോകുന്നുണ്ടെന്നേ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നവർ ഫ്രീ പ്ലാന്റ് എന്നൊരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടേക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് മറക്കുകയല്ല കേട്ടോ. മറക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ചെയ്യാതെ. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തിട്ട് ഞാൻ 1-2 എണ്ണം മറന്നിട്ട് അവർ പറഞ്ഞു കേട്ടോ. പിന്നീടായാലും നമ്മൾ ഇതിൽ തന്നില്ലെങ്കിൽ തന്നെ പിന്നീടായാലും നമ്മളത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് പോകുന്നവരെ കൂടെ ഒന്ന് കണ്ടാലോ. ഇതാ നമ്മുടെ 10 ക്യാരറ്റ് ഒക്കെ ഇന്നലെ കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇന്നലെ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. വലുത് ചെയ്യുമ്പോൾ എല്ലാം കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, വണ്ടിയിൽ കെട്ടി വെച്ചേക്കേട്ടാ ഞാൻ ചെടി കൊണ്ടുപോകുന്നത് കടയിലോട്ട്. ഇവരൊക്കെ ഇന്ന് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നവരാണേ കണ്ടോ. ഇത്രയും പേരുണ്ട്. അപ്പം നമ്മളേ വെള്ളി മുതൽ ഉള്ള കുറച്ച് പേരുടെ കൊടുക്കാനുണ്ടായിരുന്നു. വേണ്ടാന്ന് തിങ്കളാഴ്ച മതിയെന്ന് പറയുന്നവർക്ക് തിങ്കളാഴ്ച കൊടുക്കുള്ളൂ. പക്ഷേ അവർക്ക് ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എല്ലാവരുടെ ഓർഡർ വന്ന് എല്ലാവരുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് വേണ്ടാന്ന് പറഞ്ഞവരുടെ മാത്രമാണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, എല്ലാം നല്ല മിടുക്കത്തി സുന്ദരികളായിട്ട് നമ്മളോട് ഈ ഫുൾ പോട്ടൊക്കെ കഴിഞ്ഞ ദിവസം മേടിച്ച് ചേച്ചിമാർ തന്നെ കേട്ടോ ഇന്നലെയൊക്കെ വീണ്ടും എടുത്തേക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം നമ്മളിതൊക്കെ മണ്ണ് അധികം കളയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ബോറടിക്കുന്നൊന്നും വിചാരിക്കില്ല കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയുന്നുള്ളേ, കളയാതെ വെച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ ഞാൻ ഈ കാണുന്ന പോട്ട് ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ പോട്ട് നമ്മുടെ ഇൻഡോറിൽ അതിമനോഹരമായിട്ട് ഇരിക്കും കേട്ടോ. ഇതൊക്കെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. അതേപോലെ നമ്മുടെ പിസിലി കണ്ടില്ലേ. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓഫർ സെയിൽ മറക്കണ്ട. മദേഴ്സ് ഡേ ആയിട്ട് നമ്മൾക്കൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് മറന്നുപോയതായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഞാൻ ആ ചരിച്ചു വെച്ച ചട്ടി അത് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോയിൽ കമൻറ്റാണ് എനിക്ക് ഏറ്റവും ആവശ്യം കേട്ടോ കൂട്ടുകാരെ. അപ്പം നാളെ വരാം. ബായ്.